സ്വന്തം നാട്ടിൽ സ്വന്തം കാണികളുടെ മുൻപിൽ ആദ്യത്തെ ഇന്റർനാഷണൽ മത്സരത്തിനിറങ്ങിയ സഞ്ജു സാംസൺ ഒന്നും ചെയ്യാനാവാതെ മടങ്ങി. വെറും 6 റൺസിനാണ് സഞ്ജു തലകുനിച്ച് മടങ്ങിയത്. അതേസമയം കിട്ടിയ അവസരങ്ങളെല്ലാം മുതലാക്കിക്കൊണ്ടിരുന്ന ഇഷാൻ കിഷൻ ആകട്ടെ ഇന്ന് തകർപ്പൻ സെഞ്ചുറിയാണ് അടിച്ചെടുത്തത്. ഇന്ത്യ ഫീൽഡ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാകട്ടെ കീപ്പറുടെ ഗ്ലൗ അണിഞ്ഞതും ഇഷാൻ കിഷൻ തന്നെ. വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. വേൾഡ് കപ്പിൽ സഞ്ജു സാംസണിന് പകരം ഇഷാൻ കിഷൻ ആയിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുക. ഇന്ന് ഇന്ത്യക്ക് വേണ്ടി സഞ്ജു ഒഴികെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയവരെല്ലാം തല്ലി തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിന്റെ ഫലമായിട്ട് ഇന്ത്യ അടിച്ചു കൂട്ടിയത് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 271 എന്ന പടുകുറ്റൻ സ്കോറാണ്. പതിപോലെ അഭിഷേക് ശർമ്മ ഒരറ്റത്തുനിന്ന് തല്ലി തകർത്താണ് തുടങ്ങിയത്. 16 പന്തിൽ 2 സിക്സിന്റെയും 4 ഫോറിന്റെയും സഹായത്തോടെ 30 റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി. സഞ്ജു 6 റൺസോടെ മടങ്ങി. എന്നാൽ ഇഷാൻ കിഷനും സൂര്യകുമാർ യാദവും ചേർന്ന് ഒരു വെടിക്കെട്ട് പാർട്ണർഷിപ്പാണ് പടുത്തുയർത്തിയത്. 48-ന് 2 എന്ന നിലയിൽ നിന്നും ഇഷാനും സൂര്യയും മടങ്ങുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 185 ആയിരുന്നു. 10 സിക്സിന്റെയും 6 ഫോറിന്റെയും സഹായത്തോടെ 43 പന്തിൽ 103 റൺസാണ് ഇഷാൻ കിഷൻ അടിച്ചു തൂക്കിയത്. സൂര്യയാകട്ടെ 6 സിക്സിന്റെയും 4 ഫോറിന്റെയും സഹായത്തോടെ 30 പന്തിൽ നേടിയെടുത്തത് 63 റൺസ്. ഇഷാന്റെ സ്ട്രൈക്ക് റേറ്റ് 239ഉം സൂര്യയുടേത് 210ഉം ആയിരുന്നു. ഹർദിക് പാണ്ഡ്യ അവസാന ഓവറുകളിൽ പതിവ് ഫോം തന്നെയാണ് തുടർന്നത്. 17 പന്തിൽ 4 സിക്സിന്റെ സഹായത്തോടെ 42 റൺസ് അടിച്ചു. റിങ്കു സിംഗ് 8 റൺസോടെയും ശിവം ദൂബെ 7 റൺസോടെയും പുറത്താകാൻ നിന്നു. ന്യൂസിലാൻഡിന് വേണ്ടി ബൗളർമാരെല്ലാം 10ന് മുകളിൽ എക്കണോമിയിലാണ് ബോൾ ചെയ്തത്. ലോക്കി ഫെർഗൂസൺ ആണ് കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയത് 2 എണ്ണം. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡിന് ടീം സീഫട്ടിനെ 5 റൺസിന് നഷ്ടമായെങ്കിലും തുടർന്ന് ഫിൻ അലനും രജിൻ രവീന്ദ്രയും ചേർന്ന ഒരു മികച്ച പാർട്ണർഷിപ്പ് പടുത്തുയർത്തി. 100 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ഇരുവരും ചേർന്നുണ്ടാക്കിയത്. ഫിൻ അലൻ 38 പന്തിൽ 50, രജിൻ രവീന്ദ്ര 17 പന്തിൽ 30 എന്നിങ്ങനെ മടങ്ങി. പിന്നീട് വന്നവർക്ക് കാര്യമായി സ്കോർ ചെയ്യാനായില്ല. ഗ്ലെൻ ഫിലിപ്സ് 7, ഡാരൽ മിച്ചൽ 26, സാഡ്നർ 0, ജേക്കബ്സ് 7, ജാമിസൺ 9 എന്നിങ്ങനെ മടങ്ങിയപ്പോൾ ഇഴ്സോദി 15 പന്തിൽ 33 റൺസോടെ ഒരു ചെറുത്തുനിൽപ്പ് നടത്തി. ലോക്കി ഫെർഗൂസൺ 3, ജേക്കബ് ഡഫി 9 നോട്ട് ഔട്ട് എന്നിങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ സ്കോറുകൾ. 19.4 ഓവറിൽ 225 റൺസിന് ന്യൂസിലാൻഡ് ഓൾ ഔട്ടായി. 46 റൺസിന്റെ വമ്പൻ വിജയം ഇന്ത്യ സ്വന്തമാക്കി. ഇന്ത്യക്ക് വേണ്ടി 5 വിക്കറ്റുമായിട്ട് അർഷ്ദീപ് സിംഗ് ആണ് മികച്ച ബൗളിംഗ് നടത്തിയത്. 4 ഓവറിൽ 51 റൺസ് വഴങ്ങിയാണ് അർഷ്ദീപ് 5 വിക്കറ്റ് വീഴ്ത്തിയത്. അക്സർ പട്ടേൽ 4 ഓവറിൽ 33ന് 3 വിക്കറ്റും ഇന്ത്യക്ക് വേണ്ടി വീഴ്ത്തി. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര 4-1 ഇന്ത്യ സ്വന്തമാക്കിയത്.